അത് ഇവര് പോലീസ് കേസ് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിയിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൗഷാദ് യാസീനെ അടക്കം കുറെ ആളുകള് അത് പിന്നെ മൗലിദൊക്കെ ചൊല്ലി തലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ് അതൊക്കെ ഞങ്ങളിന്നാള് പറഞ്ഞു. ഞങ്ങളിന്നാള് പിന്നെ കൂടിയപ്പോ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല, എന്നിട്ട് ഉസ്താദിന്റെ വിഷയം പറഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ പോലെ ഇവർ ജാലിയവാലക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. സത്യമില്ലാത്തത് ഞാൻ കേട്ടത്. ഇവർ തിരിച്ചു കൊടുത്തത്. സത്യമില്ലാത്തത് ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ കേട്ടത്. അപ്പൊ എന്നിട്ട് അല്ലെങ്കിൽ എന്തായാലും അർത്ഥം തിരിച്ചു നോക്കുമ്പോ വിശ്വസ്തമായി അവര് കൊടുക്കുന്ന അതെന്നെ അപ്പൊ ഇവര് പറയുന്ന വെച്ചാല് ജാലിയവാലക്ക് അയാൾക്ക് തന്ന മുടി പോലും തിരിച്ചു വാങ്ങുമ്പോ അതുപോലും ഉറപ്പിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ലാന്ന് ഇവരിപ്പം പറയുന്നത്. എന്നിട്ട് ഇവര് പറയുന്ന അമ്മു ജീവനോടുണ്ട്. ഇവര് പറയുന്ന അമ്മു ജീവനോട് എന്നിട്ട് ഇവര് പറയുന്ന അമ്മു ജീവനോടുണ്ട്. ഇനി അമ്മുവിന്റെ മുടിയാണെന്ന് തെളിയിക്കാൻ ഒരു DNA ടെസ്റ്റ് നടത്താൻ നമ്മൾ തയ്യാറാണെന്ന് ഇവരിപ്പം പറയുന്നത്. തിരിച്ചിരുന്നു. ആ തിരിച്ച് ഇവര് കിട്ടിയപ്പോ നൗഷാദ് യാസീനെ അടക്കം കുറെ ആളുകള് അത് പിന്നെ മൗലിദൊക്കെ ചൊല്ലി തലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ് അതൊക്കെ ഞങ്ങളിന്നാള് പറഞ്ഞു. ഞങ്ങളിന്നാള് പിന്നെ കൂടിയപ്പോ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്. അല്ല, എന്നിട്ട് ഉസ്താദിന്റെ വിഷയം പറഞ്ഞാൽ ഞാൻ ഇന്ന് പറഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ പോലെ ഇവർ ജാലിയവാലക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. സത്യമില്ലാത്തത് ഞാൻ കേട്ടത്. അപ്പൊ എന്നിട്ട് അല്ലെങ്കിൽ എന്തായാലും അർത്ഥം തിരിച്ചു നോക്കുമ്പോ വിശ്വസ്തമായി അവര് കൊടുക്കുന്ന അതെന്നെ അപ്പൊ ഇവര് പറയുന്ന വെച്ചാല് ജാലിയവാലക്ക് അയാൾക്ക് തന്ന മുടി പോലും തിരിച്ചു വാങ്ങുമ്പോ അതുപോലും ഉറപ്പിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ലാന്ന് ഇവരിപ്പം പറയുന്നത്. എന്നിട്ട് ഇവര് പറയുന്ന അമ്മു ജീവനോടുണ്ട്. ഇനി അമ്മുവിന്റെ മുടിയാണെന്ന് തെളിയിക്കാൻ ഒരു DNA ടെസ്റ്റ് നടത്താൻ നമ്മൾ തയ്യാറാണെന്ന് ഇവരിപ്പം പറയുന്നത്. ഇപ്പൊ ആള് അമ്മൂനെ കണ്ടിരിക്കുമല്ലോ. അമ്മൂന്റെ അടുത്ത് കേട്ടില്ലേ? അത് പച്ചക്കള്ളമാണ്, യാതൊരു സംശയവും അതിലില്ല. സുന്നിപ്പേ അത് പച്ചക്കള്ളമാണോ? കേട്ടില്ലേ? അത് അപ്പൊ ആള് അമ്മൂനെ കണ്ടിരിക്കുമല്ലോ. അമ്മൂന്റെ അടുത്ത് മുടി വാങ്ങിയും കണ്ടിരിക്കുമല്ലോ. അപ്പൊ അത് പച്ചക്കള്ളമാണെന്ന് അതിൽ തന്നെ മനസ്സിലാവുമല്ലോ. കേട്ടില്ലേ? അത് പച്ചക്കള്ളമാണ്, യാതൊരു സംശയവും അതിലില്ല. സുന്നി പ്രവർത്തകർക്ക് ആർക്കും അതിലൊരു സംശയമില്ല കേട്ടാ. ഒരു തന്റേടുള്ളവൻ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അന്നം തിന്നണ്ട, ചോറ് തിന്നണ്ട, ചോറ് വെക്കണ പാത്രത്തിന്റെ അടുത്ത് കൂടെ പോയവൻ പോലും പറയില്ല അത് കേട്ടാ. അങ്ങനെ പൊന്മുളസ്താവോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞിട്ടുമില്ല. അതൊക്കെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതാണ് എന്നാ പറയാം. ഞാൻ ഇന്ന് പറഞ്ഞത് അത് ഇവർ ഇസ്ലാമിക് സെന്ററിൽ കോഴിക്കോട് അവിടെ അടിച്ചു വാരുന്ന അമ്മു എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുടിയാ പോലെ ഇവർ ജാലിയവാലക്ക് ഇവർ തിരിച്ചു കൊടുത്തത്. സത്യമില്ലാത്തത് ഞാൻ കേട്ടത്. അപ്പൊ ആ തിരിച്ച് ഇവര് അതൊക്കെ ഞങ്ങളിന്നാള് പറഞ്ഞു. ഞങ്ങളിന്നാള് പിന്നെ കൂടെ കേട്ടില്ലേ? അത് പച്ചക്കള്ളമാണ്, യാതൊരു സംശയവും അതിലില്ല. സുന്നി പ്രവർത്തകർക്ക് ആർക്കും അതിലൊരു സംശയമില്ല കേട്ടാ. ഒരു തന്റേടുള്ളവൻ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അന്നം തിന്നണ്ട, ചോറ് തിന്നണ്ട, ചോറ് വെക്കണ പാത്രത്തിന്റെ അടുത്ത് കൂടെ പോയവൻ പോലും പറയില്ല അത് കേട്ടാ. അങ്ങനെ പൊന്മുളസ്താവോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞിട്ടുമില്ല. അതൊക്കെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതാണ് എന്നാ പറയാനുള്ളത്. ഓക്കെ, മറ്റുള്ളവരും വായിക്കൊടുത്തു. ഇത് ഉസ്താദ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് തലവൽ ബദറുകളൊക്കെ പാടിയിട്ടാണ് അതൊക്കെ ഞങ്ങളിന്നാള് പറഞ്ഞു. ഞങ്ങളിന്നാള് പിന്നെ കൂടിയപ്പോ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വളരെ റോങ് പരിപാടിയാണ്.